നമസ്കാരം, ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു രാവിലെ ആശംസിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാകട്ടെ. നിരവധി നല്ല വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കട്ടെ. ഇന്ന് ഒരു അവധി ദിവസമാണ്, എല്ലാവരും ഒരു അവധിയുടെ ആലസ്യത്തിലായിരിക്കും. പക്ഷേ നാളെ പുതിയൊരു ആഴ്ച തുടങ്ങുകയാണ് എന്ന് നമ്മൾ ഓർക്കുന്നതും കൂടി ഒരു ദിവസമാണല്ലോ അല്ലേ ഇന്ന്. അപ്പോൾ എന്തായാലും നല്ല കുറേ വാർത്തകളും വിശേഷങ്ങളും ഉണ്ട്. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രധാന വാർത്തകൾ നോക്കാം. ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കാനുള്ള US നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തി ട്രംപ്. ഇറക്കുമതിക്ക് 10% തീരുവ ജൂൺ മുതൽ 25% ഉയർത്തുമെന്നും ഭീഷണി. കടുത്ത എതിർപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ. ട്രംപ് കുറ്റവാളിയെന്ന അയത്തുള്ള ഖമനേയി. ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം US-ഉം ഡൊണാൾഡ് ട്രംപും. US സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കി റവല്യൂഷണറി ഗാർഡ് കോപ്സും. SMS സേവനങ്ങൾ പുനഃസ്ഥാപിച്ച അധികൃതർ. ഇറാനിൽ നിന്നുള്ള ഇന്ത്യക്കാരുടെ മടക്കം തുടരുന്നു. നായർ ഈഴവ ഐക്യത്തിന് വീണ്ടും സാധ്യത തുറന്ന് വെള്ളാപ്പള്ളി നടേശൻ. NSS-ഉമായി ഇനി കൊമ്പ് കോർക്കാനില്ലെന്ന് പ്രഖ്യാപനം. ഇനി NSS-ഉമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങി പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ക്ഷണിച്ചാൽ പെരുന്നയിലേക്ക് എത്തുമെന്നും വെള്ളാപ്പള്ളി. വെള്ളാപ്പള്ളിക്ക് പിന്തുണയുമായി സുകുമാരൻ നായർ. SNDP-യുമായി അലോഹ്യത്തിലല്ല. വിഗ്രഹം പ്രതിഷ്ഠിച്ച ഇടമല്ലോ ഇന്ന്. സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കും. മോഹൻലാൽ മുഖ്യാതിഥിയാകും. ആധിപത്യം തുടർന്ന് കണ്ണൂർ. തൃശൂർ 2-മതും പാലക്കാട് 3-മതും. മഹാരാഷ്ട്രയിൽ റിസോർട്ട് രാഷ്ട്രീയം. ബൃഹൻ മുംബൈ കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റി ഏക്നാഥ് ഷിൻഡെ. കോർപ്പറേഷനിൽ ഒറ്റയ്ക്കാർക്കും ഭൂരിപക്ഷമില്ല. മേയർ സ്ഥാനത്തിനായി ശക്തമായ അവകാശവാദം. വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോ വിമാന കമ്പനിക്ക് 22.2 കോടി രൂപ പിഴ ചുമത്തി. ഡിസംബറിലെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് DGCA. റദ്ദാക്കപ്പെട്ടത് 2507 ഇൻഡിഗോ വിമാനങ്ങൾ. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാവിനെ വാഹനമിടിച്ചു കൊന്നു. പെട്രോൾ പമ്പിൽ ജോലിക്കിടെ കൊല്ലപ്പെട്ടത് 30-കാരൻ റിപ്പൺ സഹ. പ്രതി അബുൽ ഹാഷിം, ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ്. വിശദമായി നോക്കാം. ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കാനുള്ള US നീക്കത്തെ എതിർത്ത 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നികുതി ചുമത്തി ട്രംപ്. ഇറക്കുമതിക്ക് 10% തീരുവ ജൂൺ മുതൽ 25% ഉയർത്തുമെന്നും ഭീഷണി. കടുത്ത എതിർപ്പുമായി യൂറോപ്യൻ രാജ്യങ്ങൾ. രഞ്ജിത്ത് രാമചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും 8 യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ട്രംപിന്റെ തീരുവ ശിക്ഷ അല്ലേ? തീർച്ചയായും ഭവ്യ, നേരത്തെ തന്നെ ഇത്തരമൊരു മുന്നറിയിപ്പ് ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഗ്രീൻലൻഡിൽ അമേരിക്ക ഒരുപാട് കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട്. തങ്ങളുടെ സുരക്ഷിതത്തിന് ഗ്രീൻലൻഡ് തങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണെന്നും ഗ്രീൻലൻഡിനെ തങ്ങളോട് ചേർക്കുന്നതാണ് നല്ലതുമെന്നുള്ള നിലപാടാണ് ആദ്യം മുതലേ ട്രംപിനുള്ളത്. ഇതിന് മുൻപ് പ്രസിഡന്റ് ആയപ്പോഴും ഗ്രീൻലൻഡുമായി ബന്ധപ്പെട്ട അവകാശവാദം ട്രംപ് പലപ്പോഴും മുന്നോട്ട് വെച്ച പശ്ചാത്തലം നമ്മളിതുമായി ബന്ധപ്പെട്ട് ഓർക്കണം. യൂറോപ്യൻ രാജ്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപിന്റെ ഈ നീക്കത്തോടുള്ള ശക്തമായ എതിർപ്പ് പുലർത്തി വരികയായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ സേനാംഗങ്ങൾ, നിരവധി സൈനികർ ഗ്രീൻലൻഡിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രീൻലൻഡിന്റെ പൂർണ്ണമായ പിന്തുണ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഗ്രീൻലൻഡിലും പ്രാദേശികമായി ട്രംപിന്റെ നീക്കത്തിനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇത്തരമൊരു ഭീഷണിയുമായി ട്രംപ് മുന്നോട്ട് വരികയും ഇന്നലെ മുതൽ ഈ വിഷയത്തിൽ ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. ഫെബ്രുവരി 1 മുതൽ 10% തീരുവ ഈ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തും, യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഇപ്പോൾ നിലപാടായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഡെൻമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ജർമ്മനി, ഫ്രാൻസ്,
യുണൈറ്റഡ് കിങ്ഡം, നെതർലാൻഡ്സ്, ഫിൻലൻഡ്, നോർവേ, സ്വീഡൻ തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട 8 യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ട്രംപ് തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇനിയും തനിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഈ തീരുവ 25% ഉയർത്തും എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ തനിക്കെതിരെയുള്ള എതിർപ്പുകൾ, തന്നോട് സഹകരിക്കാത്ത ആളുകളെ ഈ തീരുവ യുദ്ധം കൊണ്ടാണ് ട്രംപ് പലപ്പോഴും നേരിടുന്നത്. അതിൻ്റെ തിക്തഫലങ്ങൾ പല ലോകരാജ്യങ്ങളും അനുഭവിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് വല്ലാത്തൊരു കടുംകൈ യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന യൂറോപ്യൻ ശക്തികളോട് ഇത്തരത്തിലൊരു പോരിന് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ നേരത്തെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ നേരത്തെ ഇത്തരത്തിൽ ചില നിലപാടുകളുമായി ട്രംപ് വന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകും. ഇപ്പോൾ ഗ്രീൻലൻഡിനെ നിയന്ത്രിക്കാനുള്ള പിന്തുണ നൽകാത്ത രാജ്യങ്ങളെ, അതായത് തന്നെ പൂർണ്ണമായും പിന്തുണയ്ക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നേരത്തെ ഇത്തരമൊരു തീരുവ ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് ട്രംപ് വ്യക്തമാക്കാതിരുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോഴും തന്നെ പിന്തുണയ്ക്കാത്ത രാജ്യങ്ങൾ എന്ന പ്രയോഗമാണ് ട്രംപ് നടത്തിയത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം ഡെൻമാർക്കിൻ്റെ അനുകൂലമായ, അല്ല ഡെൻമാർക്കിനെ ഏറ്റെടുക്കാനുള്ള ട്രംപിൻ്റെ നീക്കത്തിനെതിരെ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നടങ്കം വലിയ എതിർപ്പ് ഉയർത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇത്തരത്തിൽ ഒരു തീരുവ വന്നതോടുകൂടി നമുക്കറിയാം ജർമ്മനിയിൽ നിന്നും മറ്റും വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെ വൈന് അടക്കമുള്ള, ഫ്രാൻസിൽ നിന്ന് വൈൻ നിരവധിയായി അമേരിക്കയിലേക്ക് ഇറക്കുന്ന പശ്ചാത്തലം ഉണ്ട്. ആഡംബര വസ്തുക്കളുടെ വലിയ ഒരു വിപണിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക. ഇത്തരത്തിൽ തീരുവ വരുമ്പോഴേക്കും ഇത്തരം യൂറോപ്പിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ബാധിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ ഒരു വിലയിരുത്തലും മറ്റും വരുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ വലിയൊരു വിപണിയാണ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ ജർമ്മൻ കാറുകൾക്ക് അമേരിക്കയിൽ വലിയ ഡിമാൻഡാണ്. ഇതിൻ്റെയൊക്കെ വില കുത്തനെ ഉയരാനുള്ള പശ്ചാത്തലം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരും. തീരുവ വർദ്ധിപ്പിക്കുന്നതോടുകൂടി ഇത്തരം വിപണികളെ കാര്യമായി ബാധിക്കുമെന്നുള്ള ആശങ്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുണ്ട്. അവരുടെ കാര്യമായ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നതും പ്രധാനപ്പെട്ട ഒന്നാണ്. അതേസമയം സഖ്യകക്ഷികളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്ന ട്രംപിനെ വിശ്വസിച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിച്ചതുകൂടി ഇതുമായി ചേർത്ത് വെക്കേണ്ട ഒരു സാഹചര്യം വരും. അത്തരത്തിൽ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിന് ലോക രാജ്യങ്ങളുടെ എന്താണ് മറുപടി എന്നുള്ളത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. ഭവ്യ. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ട്രംപിനെ കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ച അയത്തുള്ള ഖമനേയി, ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് കാരണം യുഎസും ഡൊണാൾഡ് ട്രംപും. യുഎസ് സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കി റവല്യൂഷണറി ഗാർഡ് കോപ്സും. SMS സേവനങ്ങൾ പുനഃസ്ഥാപിച്ച് അധികൃതർ. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, അപ്പോൾ എല്ലാ കുറ്റവും ട്രംപിന്റെ തലയിൽ കെട്ടിവെക്കുകയാണോ ഖമനേയി? നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിക്കും എന്നുള്ള ഭീഷണിയിൽ നിന്ന് അമേരിക്ക പുറകോട്ട് പോയ പശ്ചാത്തലമുണ്ടായിരുന്നു. റഷ്യയുടെ മുന്നറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. മറ്റൊന്ന്, ഇസ്രായേൽ ഉടൻ ആക്രമണം വേണ്ട എന്ന മൊസാദിൻ്റെയൊക്കെ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു ആക്രമണം ഉണ്ടായാൽ ഒരുപക്ഷെ അതിനുള്ള തിരിച്ചടി അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുമെന്നുള്ള സൂചനകളൊക്കെ മൊസാദ് നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും പുറകോട്ട് പോകാൻ ട്രംപ് തീരുമാനിച്ചത്. അത് താൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചതാണ്, അല്ലാതെ ആരുടെയും സമ്മർദ്ദമില്ല എന്നും മറ്റുമായിരുന്നു ട്രംപിൻ്റെ കഴിഞ്ഞ ദിവസത്തെ അവകാശവാദവും മറ്റും. പക്ഷേ കൃത്യമായി അറിയാം, സഖ്യകക്ഷികളുടെ, പ്രത്യേകിച്ച് ഇസ്രായേലിനെ പോലുള്ള രാജ്യങ്ങളുടെ വളരെ കൃത്യമായ മുന്നറിയിപ്പാണ് ഇത്തരത്തിലൊരു പിന്മാറ്റത്തിലേക്ക് അമേരിക്കയെ എത്തിച്ചത്, ട്രംപിനെ എത്തിച്ചത് എന്നുള്ളത് പ്രധാനമാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ, വിമാനങ്ങളൊക്കെ ഏത് നിമിഷവും ഇറാൻ ആക്രമിക്കാനായി തയ്യാറെടുത്ത് നിൽക്കുന്നൊരു പശ്ചാത്തലം ഇപ്പോഴുമുണ്ട്. അപ്പോഴാണ് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ അയത്തുള്ള ഖമനേയിയുടെ ഒരു ഭീഷണി ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ശ്രദ്ധേയമാണ്. അതായത് അയത്തുള്ള ഖമനേയി പറയുന്നത് ട്രംപ് പൂർണ്ണമായും കുറ്റവാളി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ട്രംപിനെ പ്രകോപിപ്പിക്കുകയാണ് ഖമനേയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാനിലുണ്ടായ കലാപങ്ങളിൽ 1000-ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ, 4000-ലധികം ആളുകൾ ജയിലിൽ കഴിയുന്ന സാഹചര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഈ ആളുകളുടെ കൊലപാതകത്തിന് മൊത്തം ഉത്തരവാദി ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ള ആരോപണമാണ് ഖമനേയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2 ആഴ്ചയായി ഇറാനിൽ തുടരുന്ന പ്രക്ഷോഭങ്ങൾ, മരണങ്ങൾ, അതിൻ്റെയൊക്കെ ഉത്തരവാദി കുറ്റവാളിയായ ട്രംപാണ് എന്ന് ഖമനേയി പറയുന്നത്. ഒരു പുതിയ പോർമുഖം തുറക്കുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണും. നമുക്കറിയാം, ഇത്തരം പ്രകോപനങ്ങളിൽ വളരെ പെട്ടെന്ന് വശംവദനാകുന്ന ഒരു നേതാവ് കൂടിയാണ് ട്രംപ്. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് എന്തു മറുപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ഇറാനിലെ ആഭ്യന്തര കലാപം മൊത്തം സൃഷ്ടിച്ചത് ട്രംപാണ് എന്നുള്ള ആരോപണം കൂടി ഇത്തരത്തിൽ
ഖമനയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. US ഇസ്രായേൽ സഖ്യത്തിനെതിരെയും ഖമനയി വലിയ തോതിലുള്ള ഭീഷണി മുഴക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇത്തരത്തിൽ പ്രക്ഷോഭകാരികളെ പ്രോത്സാഹിപ്പിക്കുന്നു. US ഇസ്രായേലുമായി ചേർന്നുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ, അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം നമുക്കറിയാം, ഇറാനിൻ്റെ പ്രത്യേക സേനാ വിഭാഗം, അതായത് പട്ടാളത്തോടൊപ്പം ഇറാനിൽ പ്രത്യേക സേനാ വിഭാഗമുണ്ട്. അത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് IRGC എന്ന സംവിധാനമാണ്. അവർ പൂർണ്ണമായും US സേനയ്ക്കെതിരെ കടുത്ത ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. US സേന തങ്ങളെ ആക്രമിക്കാൻ വന്നാൽ തക്കതായ തിരിച്ചടി നൽകും എന്നാണ് ഇപ്പോൾ IRGC മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഖത്തറിലെ ഒരു ഹോട്ടലിൽ കഴിയുന്ന മുതിർന്ന അമേരിക്കൻ കമാൻഡർമാരുടെ വിവരങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്നും ഏത് നിമിഷവും ആ കമാൻഡർമാരെ ആക്രമിച്ച് കൊലപ്പെടുത്തും എന്ന് കടുപ്പിക്കുകയാണ് IRGC എന്നുള്ളതിനോട് ചേർത്ത് വെക്കണം. ടെലഗ്രാം ചാനലുകൾ വഴിയാണ് IRGC ഇത്തരം മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ US മിഡിൽ ഈസ്റ്റിലെ പല തങ്ങളുടെ വ്യോമത്താവളങ്ങളിൽ നിന്നും മറ്റും യുദ്ധ കേന്ദ്രങ്ങളിൽ നിന്നും മറ്റും സൈനികരെ ഒഴിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും നമുക്കറിയാം, ഏതാണ്ട് 3400ഓളം ആളുകൾ ഇതിനകം മനുഷ്യാവകാശ സംഘടനകളുടെ കണക്ക് പ്രകാരം 3400ഓളം ആളുകൾ ഇറാനിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഡൊണാൾഡ് ട്രംപാണ് എന്നാണ് ഇപ്പോൾ ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. നേരത്തെ ഇറാനിൽ നിന്ന് നാടുകടത്തപ്പെട്ട രാജകുമാരൻ റസ പഹ്ലവി വാഷിംഗ്ടണിൽ അമേരിക്കൻ പ്രതിനിധികളുമായി ചർച്ച നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഈ ഇറാൻ്റെ കമാൻഡ് ഘടന തകർക്കാൻ ഈ സെക്യൂരിറ്റി ഫോഴ്സുകൾക്ക് നേരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്താനാണ് ഈ രാജകുമാരൻ ആവശ്യപ്പെട്ടത്. ഇത്തരത്തിൽ ഇന്റർനെറ്റ് ഉപരോധമടക്കം ഏർപ്പെടുത്തിയാണ് അവിടെ കാര്യങ്ങൾ ഖമനയി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇതിനിടെ ഇറാനിലെ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധമുയർത്തിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. തങ്ങളുടെ രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ചു വരുത്തിയാണ് ഇത്തരം വലിയ പ്രതിഷേധം അവർ അറിയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇത്തരത്തിൽ ഇറാന്റെ പ്രകോപനം തുടരുമ്പോൾ ഇനിയും അവിടെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് ആ മേഖല. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ബംഗ്ലാദേശി ഹിന്ദു യുവാവിനെ വാഹനമിടിച്ചു കൊന്നു. 30കാരൻ റിപ്പൺ സാഹയാണ് കൊല്ലപ്പെട്ടത്. പെട്രോൾ പമ്പിൽ ജോലിക്കിടെയാണ് കൊലപ്പെടുത്തിയത്. കേസിലെ പ്രതി വാഹന ഉടമയായ അബ്ദുൾ ഹാഷിം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ്. ബൃഹാൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റി ഏക്നാഥ് ഷിൻഡെ. ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത കോർപ്പറേഷൻ ഭരണത്തിനായി BJPയുമായി ചർച്ചകൾ തുടരുന്നതിനിടെ കൂടുമാറ്റം ഭയന്നാണ് ഷിൻഡെയുടെ നീക്കം. മുംബൈയിൽ ഒരു ശിവസേന മേയറെ അധികാരത്തിലെത്തുക തന്റെ സ്വപ്നമാണെന്ന ഉദ്ധവ് താക്കറെയുടെ പരാമർശവും കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റാൻ കാരണമായി. രാകേഷ് വിവരങ്ങളുമായി ചേരുന്നു. രാകേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു റിസോർട്ട് നാടകം അല്ലേ? ഭവ്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇന്ത്യക്ക് പരിചിതമാണ് ഇത്തരം, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് റിസോർട്ട് രാഷ്ട്രീയം. അതിന് സമാനമായൊരു സാഹചര്യം ഇപ്പോൾ ബൃഹൻ മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരിക്കുന്നു. കാരണം അവിടെ ആർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. മഹായുതി സഖ്യം നോക്കുകയാണെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. BJPക്ക് 89ഉം ശിവസേനയ്ക്ക് 29ഉം അംഗങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 114നേക്കാൾ കൂടുതൽ കൗൺസിലർമാർ ആ സഖ്യത്തിനുണ്ട്. പക്ഷേ ശിവസേന, അതായത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന, അവർ മേയർ സ്ഥാനം ലക്ഷ്യം വെക്കുന്നുണ്ട്. അതിനവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, മുംബൈ നഗരം എന്ന് പറയുന്നത് ശിവസേനയുടെയാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം BJPക്കില്ല. ഭരണത്തിലേറണമെങ്കിൽ പിന്തുണ ആവശ്യമാണ് ശിവസേനയുടെ. ഈ സാഹചര്യത്തിൽ മേയർ സ്ഥാനത്തിനായി അവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇത് കണക്ക് കൂട്ടി തന്നെയാണ് ഇപ്പോൾ ഏതായാലും ഏക്നാഥ് ഷിൻഡെ കൗൺസിലർമാരെ ബാന്ദ്രയിൽ റിസോർട്ടിലേക്ക്, ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ BJP പോലും ഇത്തരത്തിൽ കൗൺസിലർമാരെ ഒപ്പം നിർത്താനുള്ള നീക്കം നടത്തിയേക്കാം. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ്, ഇത്തരം വിലപേശലിൻ്റെ ഭാഗമായി തന്നെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ നിർണായകമായ നീക്കം. കാരണം നിലവിൽ നേരത്തെ തന്നെ BJP നേതാക്കൾ വ്യക്തമാക്കിയതാണ്, BJPയിൽ നിന്നായിരിക്കും പുതിയ മേയർ എന്ന് പറഞ്ഞതാണ്. കാരണം BJP സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനമാണ് മുംബൈയിൽ നടത്തിയിരിക്കുന്നത്. 29 വർഷത്തെ ശിവസേനയുടെ ഭരണമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ഒരു കിങ് മേക്കർ എന്ന നിലയ്ക്ക് തന്നെയാണ് ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഇത്തരം നീക്കം നടത്തിയത്. മേയർ സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത്
ഡെപ്യൂട്ടി മേയർ സ്ഥാനമെങ്കിലും വേണം എന്നൊരു നിലപാട് ഏക്നാഥ് ഷിൻഡെയ്ക്കുണ്ട്. ഏതായാലും നിലവിൽ ബാന്ദ്രയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് കൗൺസിലർമാരെല്ലാം ഉള്ളത്. അവർക്ക് അവിടെ 3 ദിവസമെങ്കിലും തുടരും എന്നാണ് ഇപ്പോൾ അവിടെയുള്ള കൗൺസിലർമാർ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി ഏതായാലും പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുന്നത് ഇനിയുള്ള 5 വർഷക്കാലം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യത്തിൽ ഒരു വർക്ക്ഷോപ്പ് നടക്കുന്നു എന്നാണ് അവരുടെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും BJPയെ മാത്രമല്ല ഏക്നാഥ് ഷിൻഡെ ഭയക്കുന്നത്, ശിവസേന, അതായത് ഉദ്ധവ് ഠാക്കറെ വിഭാഗം എങ്ങനെ അവരുടെ നീക്കം എന്തെന്നും ഭയപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ 2 നേതാക്കൾ, അതായത് ഉദ്ധവ് ഠാക്കറെയും ഒപ്പം തന്നെ സഞ്ജയ് റോത്തും നടത്തിയ പ്രതികരണങ്ങളും ഇത്തരം ഈ നീക്കത്തിന് പ്രേരിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മുംബൈയിൽ ശിവസേനയുടെ മേയർ വരിക എന്നുള്ളത് തൻ്റെ സ്വപ്നമാണ് എന്ന പ്രതികരണമാണ് ഉദ്ധവ് ഠാക്കറെ നടത്തിയത്. സഞ്ജയ് റോത്ത് കുറച്ചുകൂടി വ്യക്തമായി കാര്യം പറഞ്ഞു. ഞങ്ങൾക്ക് കൃത്യമായ നമ്പറുണ്ട്, ഞങ്ങൾ വിചാരിച്ചാൽ അധികാരത്തിലേറിയവരെ താഴെ ഇറക്കാൻ സാധിക്കും, പക്ഷേ ഞങ്ങൾ ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന പ്രതികരണം സഞ്ജയ് റോത്ത് നടത്തി. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഏക്നാഥ് ഷിൻഡെയുടെ ഇപ്പോൾ ഇത്തരത്തിൽ കൗൺസിലർമാരെ ഹോട്ടലിലേക്ക് മാറ്റിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ചർച്ചകൾ ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു. 26-ന് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും മഹായുതി സഖ്യം കടക്കുക. ഭവ്യം. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡിസംബറിൽ വ്യാപകമായി വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോ വിമാന കമ്പനിക്ക് 22.2 കോടി രൂപ പിഴ ചുമത്തി. 4-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DGCA നടപടി സ്വീകരിച്ചത്. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലയളവിൽ 2507 ഇൻഡിഗോ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. നായർ ഈഴവ ഐക്യത്തിന് വീണ്ടും സാധ്യത തുറന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. NSSുമായി ഇനി കൊമ്പു കോർക്കാനില്ല. ഇരു സംഘടനകളെയും തമ്മിലടിപ്പിച്ചതിന് പിന്നിൽ മുസ്ലിം ലീഗാണ്. നായർ ഈഴവ ഐക്യം മാത്രമല്ല, നായാടി മുതൽ നസ്രാണി വരെ എന്ന ആശയമാണ് SNDP യോഗം മുന്നോട്ട് വയ്ക്കുന്നത്. ഉടൻ ചേരുന്ന NSS നേതൃയോഗം NSSുമായുള്ള സഹകരണ സാധ്യതകൾ ഉടൻ ചേരുന്ന SNDP നേതൃയോഗം NSSുമായുള്ള സഹകരണ സാധ്യതകൾ ചർച്ച ചെയ്യും. ക്ഷണിച്ചാൽ പെരുന്നയിലേക്ക് എത്തുമെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. NSSുമായിട്ട് ഞങ്ങളെ തമ്മിൽ തെളിച്ചതാരാണ്? അന്നെല്ലാം സമരം ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ ഈ കളി ഇവിടെ ഹൈക്കോടതി ഒന്നും ഞാൻ സമരം ചെയ്തില്ല. സംവരണം കാര്യം പറഞ്ഞോണ്ട് ഇതിന്റെ പിന്നിൽ ആരായിരുന്നു കൂടുന്നതല്ല? ഇവിടെ വെച്ചല്ല ഞാൻ കൂടുന്നത്, അവരുടെ ഓഫീസിലെത്തി കൂടിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം മുമ്പിൽ നിർത്തിക്കൊണ്ട് സംവരണം കാര്യം പറഞ്ഞുകൊണ്ട് എന്നും NS നേതൃത്വമായിട്ട് വഴക്ക്. അവർ പുറകെ നിൽക്കുക, എന്നെ കൊണ്ട് പുറകെ പണി കാണിക്കുക. വന്നിട്ട് ഭരണത്തിൽ വന്നല്ലോ, എന്നിട്ട് എന്ത് ചെയ്തു? കാരണം LDF ഭരണം മാത്രം മാറി UDF ഭരണം വന്നാൽ നമുക്കെല്ലാം കണലില്ലാത്തെല്ലാം പൊന്നാക്കാന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് എന്ത് കിട്ടി, എന്ത് തന്നു? ഏതായാലും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളും ചതിവുകളുണ്ട്. ഇനി ഏതായാലും NSS നേതൃത്വമായിട്ട് SNDP യോഗം ഒരു കാരണവശാലും കൊമ്പ് കോർക്കാൻ തയ്യാറല്ല, അങ്ങനെ പോകേണ്ടതില്ല എന്നൊരു ധാരണയാണ് ഞാൻ കൊണ്ടത്. കാരണം അവരുമായിട്ട് എന്തിന് ഞങ്ങൾ അനാവശ്യമായിട്ട് കൊമ്പ് കോർക്കണം? കൊമ്പ് കോർത്തിട്ട് എന്താ അനുഭവം ഉണ്ടായി? നമുക്ക് വല്ലതും കിട്ടിയോ? കിട്ടാണ്ട് മേടിച്ചു തന്നോ? പിന്നെ അനാവശ്യമായി ഈ പ്രത്യേകിച്ച് ആദിവാസി തൊട്ട് നമ്പൂതിരി വരെയൊന്നും, അതിനുശേഷം ആദിവാസി തൊട്ട് നായാടി തൊട്ട് നസ്രാണി വരെ യോജിച്ചു പോകണമെന്ന് തീരുമാനിക്കുന്ന SNDP യോഗത്തിന് ഇനി NSSുമായിട്ട് സമരസപ്പെടുത്തി പോവുക എന്നുള്ളതല്ലാതെ അവരുമായിട്ട് ഒരു പിണങ്ങിപ്പോവുക എന്നൊരു നയം ഇനി ഞങ്ങളിൽ നിന്നുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഏതായാലും SNDP യോഗം ഇനി NSS നേതൃത്വമായിട്ട് ഒരു സമരസപ്പെടുത്തി പോകണം, അവരുമായിട്ട് ഒരു പിണക്കത്തിൽ പോകുന്നത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമല്ല, യോജിച്ചു പോകണമെന്നാണ് അനിവാര്യമെന്നുള്ള ചിന്ത ഇന്ന് ഞങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. മുഖ്യമന്ത്രി വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയെന്ന് പറഞ്ഞ് ഇത്രയും പ്രായമുള്ള നേതാവിനെ വില കുറഞ്ഞ രീതിയിൽ രാഷ്ട്രീയ നേതാക്കൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല. പ്രായമായ ആളായതിനാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഭാഷയിലായിരിക്കില്ല പ്രതികരണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. NSSുമായി ഒരുമിക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തോട് G. സുകുമാരൻ നായർ യോജിച്ചു. SNDPയുമായി അലോഹ്യത്തിലല്ലെന്നും ലോഹ്യത്തിൽ തന്നെയെന്നും സുകുമാരൻ നായർ. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വർഗീയവാദികൾക്കായി കുടപിടിക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സതീശനെ ഊളൻപാറയിൽ ചികിത്സിക്കണം. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗാവും കേരളം ഭരിക്കുക. ഈഴവ സമൂഹത്തെ വെള്ളാപ്പള്ളി കറിവേപ്പിലയായി കാണുകയാണെങ്കിൽ തെറ്റിപ്പോയി.
പിന്നോക്കക്കാരനായ മുഖ്യമന്ത്രി വാഹനത്തിൽ കയറ്റിയത് സതീശൻ ഇഷ്ടപ്പെട്ടില്ലെന്നും വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ ഞാൻ കയറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കുറവായിട്ട് ഈ സതീശൻ കാണുന്നെങ്കിൽ അയാളൊക്കെ ഊളം പറയാൻ കഴിക്കണ്ടേ. ഒരു ഈഴവ വിരോധിയാണ് സതീശൻ എന്ന് മനസ്സിലായില്ല. ഈഴവനായ എന്നെ, ഒരു പിന്നോക്കക്കാരനായ ഒരു മുഖ്യമന്ത്രി ആ വണ്ടി കയറ്റിയപ്പോൾ സതീശന് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ ഒരു പിന്നോക്കക്കാരൻ അങ്ങനെ ഒരു വണ്ടി കയറാൻ പാടില്ല. അയാൾക്ക് വട്ടാണ്. കാരണം അത് അയാളുടെ സ്വരം ഏതാനാണ്? അയാള് മുസ്ലിം ലീഗിന്റെ സ്വരമാണ് അയാളത്. അയാളുടെ വായിന്ന് വരുന്ന ആരുടെ സ്വരമാണ്? എല്ലാം ലീഗിൻ്റെത്. അതിങ്ങനെ പറഞ്ഞ് അവരെ സൂചിപ്പിച്ച് തീർക്കേണ്ടത് എന്തിനാണ്? അയാളുടെ ഭാവിയിലെ കാര്യസാധ്യത. ഈ 70 സമുദായം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു കറിവേപ്പിലായിട്ടാണ് ഈ നേതാവ് കണക്കാക്കുന്നു എങ്കിൽ അത് തെറ്റുപറ്റിപ്പോയി. പക്ഷേ ഇദ്ദേഹം ഇതെല്ലാം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. കാരണം ഏറ്റവും വർഗീയവാദികളായ ആളുകൾക്ക് കൊട പിടിച്ചു കൊടുത്തുകൊണ്ട് ആ കൊടയുടെ തണലിൽ അവരെ സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവരെ മതേതരത്വം പറയും. അവർക്കെല്ലാം കൊട പിടിച്ച് ഇനി അവരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടാനും ആശീർവാദങ്ങൾ നേടാനും വേണ്ടിയിട്ട് ആണ് ഈ കൊടപിടുത്തം. കേൾക്കുമ്പോൾ മനസ്സിലാക്കും രാജാവിനേക്കാൾ വലിയ രാജഭക്തിയല്ലേ അവരോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോഹങ്ങളും നാളെ പല സ്ഥാനങ്ങളിലും അവർ വഴി ഓപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളിയുടെ കർമ്മം ചെയ്തോട്ടെ, ഞാൻ എന്റെ കർമ്മം ചെയ്തു. ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുമ്പോൾ ഭരണം കിട്ടിയാൽ ഉടനെ മുഖ്യമന്ത്രി വേണമല്ലോ. അത് മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയാൻ ഘടകകക്ഷി ആളുണ്ടാകണ്ടേ. ഈ ഘടകകക്ഷി ആരാണ്? ഇന്ന് ലീഗല്ലേ. ഇന്നിപ്പോ ഈ UDF വന്ന ഭരിക്കുന്നത് ആരാണ്? ലീഗായിരിക്കും. പണ്ടും അങ്ങനെ തന്നെ. തിരുവമ്പാടി മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. മണ്ഡലം ലീഗ് ഭാരവാഹി കാസിം സ്ഥാനാർത്ഥിയാകുമെന്ന പോസ്റ്റ് ഷെയർ ചെയ്താണ് പരസ്യപ്പോരിലേക്ക് നയിച്ചത്. സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സ്വയം സ്ഥാനാർത്ഥിയായി CK കാസിം മാറിയെന്നാണ് ആരോപണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി നിയോജകത്തിൽ CP ചെറിയ മുഹമ്മദിനെ പരാജയപ്പെടുത്താൻ പണിയെടുത്തവർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നുവെന്ന തരത്തിലാണ് പ്രതിഷേധം. കാസിമിനെ വിമർശിച്ചുള്ള മണ്ഡലം ലീഗ് സെക്രട്ടറി VN നസീറിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഇന്ത്യയിലെ പ്രീമിയർ ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫിക്ക് നാളെ കലാശപ്പോര്. ബംഗളൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ വിദർഭയും സൗരാഷ്ട്രയും തമ്മിൽ ഏറ്റുമുട്ടും. രണ്ടാം സെമിയിൽ പഞ്ചാബ് ഉയർത്തിയുള്ള 292 റൺസ് വിജയ ലക്ഷ്യം അനായാസം മറികടന്നാണ് സൗരാഷ്ട്ര കിരീട പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയത്. മിന്നും ഇന്നിംഗ്സുമായി കളം നിറഞ്ഞ വിശ്വരാജ് ജഡേജയാണ് സൗരാഷ്ട്രയ്ക്ക് 9 വിക്കറ്റ് വിജയമൊരുക്കിയത്. 127 പന്തിൽ 165 റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ദുരൂഹത. പോലീസ് കുഞ്ഞിന്റെ മാതാപിതാക്കളുടെ മൊഴിയെടുത്തു. പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് കുഞ്ഞ് കുഴഞ്ഞു വീണത് എന്ന ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. ഇന്നലെയാണ് 1 വയസ്സുള്ള ഇഹാൻ മരിച്ചത്. അരുൺ മോഹൻ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, നമ്മളൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു വാർത്തയാണ്. 1 വയസ്സുള്ള പിഞ്ചു കുഞ്ഞാണ്, ഒരു ബിസ്ക്കറ്റ് കഴിച്ചു, പിന്നാലെ കുഴഞ്ഞു വീഴുന്നു. അച്ഛൻ പോലീസ് കസ്റ്റഡിയിലെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് പോലീസ് പറയുന്നത്? ഭവ്യ, ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നമ്മൾ അറിയുന്നത്. ഒപ്പം ഈ പറയുന്ന കാഞ്ഞിരംകുളം സ്വദേശിയായ ഇഹാൻ എന്ന് പറയുന്ന 1 വയസ്സുകാരനാണ് മരിച്ചത്. ഷിജിൻ ദമ്പതികളുടെ ഷിജിന്റെയും ഇന്നലെയാണ് 1 വയസ്സുള്ള കുഞ്ഞ് പിതാവ് നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഴഞ്ഞു വീണ് മരിച്ചത്. അച്ഛൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ അമ്മയുമായി പിതാവ് കുറച്ച് നാളുകളായി പ്രശ്നമുണ്ടായിരുന്നു. ഇതിന് വീണ്ടും ആ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ഈയിടെയാണ് ആ കുടുംബം വീണ്ടും ഒരുമിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും ഈ അമ്മയുടെ വീട്ടുകാരാണ് അച്ഛനെതിരെ പരാതി നൽകിയത്. എന്താണ് സംഭവിച്ചതെന്ന് പറയേണ്ടത് പോലീസാണ്. അരുൺ മോഹൻ തുടരുന്നുണ്ട്. അരുൺ, തുടരാം. ഭവ്യ, ഇന്നലെയായിരുന്നു ഈ ഒരു സംഭവം നമ്മൾ പുറലോകം അറിയുന്നത്.
കാഞ്ഞിരകുളം സ്വദേശിയായ ഷിജിൽ കൃഷ്ണപ്രിയ ദമ്പതികളുടെ മകനായ അപ്പു എന്ന് വിളിക്കുന്ന ഇഖാൻ എന്ന 1 വയസ്സുകാരനാണ് മരിച്ചത്. കുട്ടി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരം. പോലീസിന് ബന്ധുക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അച്ഛൻ ഷിജിൽ നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതിനെ തുടർന്നാണ് കുട്ടി കുഴഞ്ഞു വീണത് എന്നുള്ള ഒരു പരാതിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം കുറച്ചുകൂടി ഊർജിതമാക്കിയത്. മാതാപിതാക്കളിൽ നിന്ന് പോലീസ് കൂടുതൽ മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കാൻ കഴിയൂ. എന്തായാലും പോലീസ് വളരെ നിരീക്ഷണത്തിലും അന്വേഷണത്തിലുമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മനസ്സിനെ ഉള്ളിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് ഏറ്റ ഭാഗത്തു നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത്. ഭവ്യ. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം തേവലക്കരയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാന അധ്യാപികയുടെ സസ്പെൻഷൻ പിൻവലിച്ചു. 6 മാസത്തെ സസ്പെൻഷന് ശേഷമാണ് പ്രധാന അധ്യാപിക എസ് സുജ സർവീസിലേക്ക് തിരിച്ചെത്തുന്നത്. സൈക്കിൾ ഷെഡിന് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കവെയാണ് താഴ്ന്നു കിടന്ന വൈദ്യുതി ലൈനിൽ വിദ്യാർത്ഥിയായ മിഥുൻ ഷോക്കേറ്റ് മരിച്ചത്. മാർച്ചിൽ പ്രധാന അധ്യാപിക വിരമിക്കാനിരിക്കെയാണ് സർവീസിൽ തിരിച്ചെടുത്തത്. തിരുവനന്തപുരം മൺവിളയിൽ വളർത്തു നായ്ക്കളുടെ ആക്രമണത്തിൽ വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായി നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന ആരോപണവുമായി കുടുംബം. വിഷയം ചൂണ്ടിക്കാണിച്ച് കുടുംബം DGPക്ക് പരാതി നൽകി. ഈ മാസം 8-ാം തീയതിയാണ് സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന വിദ്യാർത്ഥിനിയെ ശ്രീകാര്യം പോങ്ങുമൂട് വെച്ച് 2 വളർത്തുനായ്ക്കൾ ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. 7-ാം തീയതിയായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് ഒരു ബെൽജിയം മാൽനോസ് വിഭാഗത്തിൽപ്പെട്ട നായ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന കുട്ടിയെ ആക്രമിക്കുകയും കാലിന്റെ ഭാഗത്ത് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ വിവാദങ്ങളും മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ അധികൃതരുടെ അടക്കം ഒരു മെല്ലെപ്പോക്ക്, ഈ കൃത്യമായ ഒരു അന്വേഷണമോ നടപടിയോ ഈ ഒരു ഉടമയ്ക്കെതിരെ അടക്കം നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ അടക്കം പരാതി. നമ്മോടിപ്പോൾ കുട്ടിയുടെ പിതാവ് മനോജുണ്ട്. മനോജിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം, എന്താണ് ഇപ്പോൾ ഒരു അന്ന് ഗുരുതരമായ പരിക്ക് പറ്റുന്നു, അതിനുശേഷമുള്ള നടപടിക്രമങ്ങളിൽ തൃപ്തനാണോ താങ്കൾ? ഇതുവരെയുള്ള നടപടിക്രമങ്ങളെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തൃപ്തി അത്ര പോരാ. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ അക്യൂസ്ഡ്, അതായത് ഈ നായ്ക്കളുടെ ഉടമകളുടെ മുഴുവൻ അഡ്രസ്സ് ഞാൻ എന്റെ ആദ്യത്തെ പരാതിയിൽ കൊടുത്തിരുന്നു. 8-ാം തീയതി രാവിലെ തന്നെ കൊടുത്തിരുന്നു. പക്ഷേ FIR വന്നപ്പോൾ അതിനകത്ത് വെറുതെ ബാബുജി നഗർ മെഡിക്കൽ കോളേജിൽ നിന്നേ ഉള്ളൂ, അല്ല പോങ്ങമൂട് മെഡിക്കൽ കോളേജ് ചെയ്യുന്നേ ഉള്ളൂ. അത് തന്നെ ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് എന്തോ ഒരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത് അതിനകത്ത് ഇപ്പം ആഡ് ചെയ്തിരിക്കുന്ന സെക്ഷൻസ്, എന്റെ മകൾ മരിച്ചു പോകുമായിരുന്നു ഉറപ്പായിട്ടും. ആ കാലിലെ കടി, ആ പടം നിങ്ങൾ കണ്ടതാണല്ലോ, ആ കടി വെച്ച് അവളുടെ ഞരമ്പിൽ തൊട്ടപ്പോഴാണ് അവളത് പിടിച്ചത്. ഇത്രയും മൃഗങ്ങളെ പേടിയുള്ള കുട്ടി പിടിച്ച അവള് തന്നെ പറഞ്ഞു, പപ്പ ഞാൻ മരിച്ചു പോകുമായിരുന്നു, അതുകൊണ്ടാണ് പിടിച്ചത്, അല്ലെങ്കിൽ ഇവള് തൊടൂല. അതിനുശേഷം അവളുടെ കഴുത്തിൽ കടിക്കാൻ വന്ന പട്ടി അവൾ തട്ടി മാറ്റി. അവളുടെ ഈ ഇടുപ്പിന്റെ ഈ സൈഡിലൊരു മാന്തലുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാളുടെ അഡ്രസ് ഇല്ല. അതുപോലെ ഏറ്റവും ലാഘവത്തോടെ എടുക്കാൻ പറ്റുന്ന ടൈപ്പ് സെക്ഷൻസ് ആഡ് ചെയ്തിട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാനതെടുത്ത് വെച്ച് പഠിച്ചു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് അയാളെ വിളിച്ചു വരുത്തുകയും അയാളെ ഒപ്പിട്ടിട്ട് അയാൾ തിരിച്ചു പോവുക ചെയ്തത്. അതിനുശേഷം അയാൾ ആ റെസിഡൻസിൽ വന്നിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് അദ്ദേഹം മുങ്ങി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് ആയാലും കബീർ എന്നാണ് അയാളുടെ പേര്, കബീറിന്റെ വൈഫ് നയന, ഇവർ രണ്ടുപേരും അവിടെ ഇല്ല. ആ പട്ടിയെ നോക്കുന്ന ആൾ മാത്രമേ അവിടെ ഉള്ളൂ. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആ നയന എന്ന് പറഞ്ഞ ലേഡി എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് കബീർക്കയുടെ പേര് കേസിൽ നിന്ന് മാറ്റണം. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ സാധിക്കും? അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ നടന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഈ ഉദയൻ വിളിക്കുന്നു, ചേട്ടാ കബീർക്കയുടെ പേര് മാറ്റിയിട്ട് എന്റെ പേരിലോട്ടാക്കിക്കോ. ഉദയൻ എന്ന് പറഞ്ഞ ഈ കെയർടേക്കർ, പട്ടിയുടെ കെയർടേക്കർ. അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം സ്റ്റേഷനിൽ വിളിക്കുന്നുണ്ട്, സാർ എന്തായി, അത് അന്വേഷണം നടക്കുന്നുണ്ട്. അതിനപ്പുറം എനിക്ക് തന്നെ ഇത് തണുത്ത് പോകുന്നൊരു ഫീല് തോന്നി. അപ്പോഴാണ് ഞാൻ കടകംപള്ളി സുരേന്ദ്രൻ MLA, ഞങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ MLA സാറാണ്. പിന്നെ വി മുരളീധരൻ യൂണിയൻ മിനിസ്റ്റർ, അദ്ദേഹം വീട്ടിൽ വന്നു. പിന്നെ കെ കരുണാകരൻ അവരുടെ മകൻ കെ മുരളീധരൻ. അപ്പോൾ ഇവര് പേഴ്സണലി കോൺവെർസേഷന്റെ ഇടയ്ക്ക് അവർ പറഞ്ഞു, ഇതിൽ നിന്നാ പോരാ, DGPക്ക് പരാതി പോകണം, മുഖ്യമന്ത്രിക്ക് പരാതി പോകണം. അപ്പൊ അങ്ങനെ ആണ് ഞാൻ DGPയെ കാണാൻ വന്നത്. സുരേന്ദ്രൻ, കടകംപള്ളി സുരേന്ദ്രൻ MLA വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ DGP ഞങ്ങൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അദ്ദേഹം ഹെൽപ്പ് ചെയ്യാം, അങ്ങനെ പൈസ അല്ലെങ്കിൽ ഹോൾഡ് വെച്ച് ആർക്കും ഒന്നും
ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട, നിയമത്തിന്റെ രീതിയിൽ നമുക്ക് മുന്നേറാമെന്ന് അദ്ദേഹം ഉറപ്പു തരികയും തീർച്ചയായിട്ടും നമ്മൾ ആ പോലീസിന്റെ ഒരു ഇതിൽ ഞങ്ങൾ അത്ര തൃപ്തനല്ല. പിന്നെ അവിടുന്ന് ഒരു JHI അതുപോലെ ഒരു ആശാവർക്കർ ഇതുപോലെ ഈ പട്ടിയുടെ സ്റ്റേറ്റസ് അന്വേഷിക്കാൻ വേണ്ടി ഇങ്ങനെ പോയിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാൻ ഈ കാര്യം അറിയുകയും ഞാൻ അവരെ വിളിക്കുകയും ചെയ്തു. ആരാണെന്ന് പറയാതെയാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ പട്ടിയുടെ കാര്യം അന്വേഷിച്ചു, പട്ടിക്ക് എങ്ങനെയുണ്ട്? പട്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പട്ടിക്ക് പേപ്പറുണ്ടോ? എല്ലാ പേപ്പറും ഉണ്ട്, ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവരെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെങ്ങനെ നിങ്ങൾ ശരിക്കും പേപ്പറെല്ലാം കണ്ടോ? പറഞ്ഞു, ആ പേപ്പർ കണ്ടു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ പട്ടിയുടെ രജിസ്ട്രേഷൻ കണ്ടോ? അപ്പോൾ അവർ സ്റ്റക്കായി, രജിസ്ട്രേഷൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങൾ വാക്സിനേഷനാണ്. വാക്സിനേഷൻ ഇപ്പോൾ ആർക്ക് വേണോ എടുക്കാമല്ലോ. ഇനി ഞാൻ വീണ്ടും പട്ടിയുടെ ലൈസൻസ് അത് നിങ്ങൾ കണ്ടോ? ഇല്ല. അപ്പോൾ അവിടെയും എന്തോ എനിക്കൊരു ഓക്വേർഡ്നെസ് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സുരേന്ദ്രൻ ചേട്ടനെ വിളിക്കുകയും അതുപോലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നിലപാടാക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് വന്നത്. ഇപ്പോൾ V. മുരളീധരൻ സാർ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും അടുത്ത ദിവസം മേയറിനെ കാണാൻ വേണ്ടി ഞങ്ങളുടെ കൗൺസിലർ കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാജേന്ദ്രൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മീഡിയയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട്. വേറെ ആരും എനിക്ക് സപ്പോർട്ട് ഇല്ല. ഞാൻ അങ്ങനെ കുട്ടിയുടെ സാഹചര്യം ഷീസ് ഇൻ എ ട്രോമ. കാര്യം സാധാരണ 3 മണിക്ക് എണീക്കുന്ന കുട്ടിയാണ്. 3 മണിക്ക് എണീറ്റ് ഒരു 5 to 10 minutes ഒരു പ്രയർ ഉണ്ട്, അത് കഴിഞ്ഞ് കിടക്കും. പിന്നെ 4:30 എണീക്കും. 8:30 ഞാൻ മോളെ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പൊ അതിന്റെ ആ ഗ്യാപ്പിനിടയ്ക്ക് ഇരുന്ന് പഠിക്കുന്ന കുട്ടിയാണ്. ഈ സംഭവത്തിന് ശേഷം അവൾ എണീറ്റിട്ടില്ല. അവൾക്ക് പറ്റണില്ല. അവളൊരു 7-8 മണിയാകുമ്പോഴേ, പിന്നെ അവളുടെ സിറ്റുവേഷൻ അതാണ്. അവൾ സാധാരണ പറയുന്ന അവൾക്കൊരു എയിം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനി ആ എയിമിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല. ആ രീതിയാണ് അവളുടെ സംസാരം. പേടിയുണ്ട്, പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ അവളത് കാണിക്കില്ല. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളുടെ കുഞ്ഞു അനിയനുണ്ട് അവൾക്ക്. അപ്പൊ അവൻ ഒട്ടും പേടിക്കരുത്. അവളുടെ രീതി അതാണ്. ഞങ്ങൾ വളർത്തിയത് അങ്ങനെയാണ്. അവൾക്ക് അത്യാവശ്യം കുറച്ച് ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് അവള് ജീവനോടെ ഇരിക്കുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ അവള് മുറിവ് ഉണങ്ങി തുടങ്ങിയോ? അല്ലെങ്കിൽ മുറിവ് ഉണങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അകത്ത് ഫ്ലഷ് പോയി. അതാണ് മോള് പറഞ്ഞായിരുന്നു, പപ്പ എന്റെ ഇറച്ചി പട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടു. നമുക്കത് കേൾക്കുമ്പോൾ നമുക്കത് നമ്മളെ വല്ല ഹൊറർ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള അല്ല, ഇതിങ്ങനെ ഡയറക്റ്റ് എന്റെ മോക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കോതമംഗലം കോട്ടപ്പടിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമിറങ്ങി. വാവേലി കുളങ്ങാട്ടുകുടി റോഡിലാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. തുടർന്ന് വനപാലകരും നാട്ടുകാരും ചേർന്ന് ആനകളെ കാട്ടിലേക്ക് തുരത്തി. ഏതാനും നാളുകളായി മിക്ക ദിവസവും ആനകൾ എത്തുന്നതിന് നാട്ടുകാരെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട്. ഇടുക്കി കാഞ്ചിയാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന ഭീതി. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. മുൻപും പല ആവർത്തി പരാതിപ്പെട്ടിട്ടും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ മറ്റപ്പള്ളി, കാവടിക്കവല മേഖലകൾ. ഇവിടെ ഒരു ഭാഗത്ത് വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷനാണ്, മറുഭാഗം ജനവാസ മേഖലയും. വർഷങ്ങളായി ഈ ഭാഗത്ത് കാട്ടാന ശല്യം പതിവാണ്. ഇത് കണക്കിലെടുത്ത് വനം വകുപ്പ് മറ്റപ്പള്ളി മുതൽ 1 കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുതി സ്ഥാപിച്ചിരുന്നു. എന്നാൽ ബാക്കി ഭാഗത്തെ വനം മേഖലയും ജനവാസ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇത് കാരണം ഇവിടങ്ങളിൽ ഇപ്പോഴും കാട്ടാന ഇറങ്ങുന്നത് പതിവാണ്. ഈ കാവടിക്കോര കേന്ദ്രീ ഭാഗം കൊണ്ടും അതുപോലെ പേരുങ്കണ്ടത്തേക്ക് പോകുന്ന ആ സൈഡും അതും കൂടെ പൂർണ്ണമായിട്ടും ഫെൻസിങ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ആനശല്യത്തിൽ നിന്നും ഒരു പരിധി വരെ രക്ഷ നേടുവാൻ സാധിക്കുന്നത്. ജനങ്ങളെല്ലാം വളരെ ഭയാശങ്കയിലാണ്. ഫോറസ്റ്റിധികാരികളുടെ നിരന്തരമായിട്ടുള്ള അവരുടെ ഇടപെടലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ പെരുമ്പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. നമുക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. കഴിഞ്ഞ ദിവസം മറ്റപ്പള്ളി ഭാഗത്ത് രാത്രി കാട്ടാന ഇറങ്ങിയിരുന്നു. കാവടിക്കവല ഭാഗത്ത് ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വാഴയടക്കമുള്ള കാർഷിക വിളകൾ നശിപ്പിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പടക്കം പൊട്ടിച്ചും മറ്റും ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നുണ്ടെങ്കിലും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവ വീണ്ടും തിരികെ എത്തും. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാകും. ന്യൂസ് 18 ഇടുക്കി. തൃശൂരിൽ കലാപൂരം.
64ാമത് സ്കൂൾ കലോത്സവം ഇന്ന് സമാപിക്കാനിരിക്കെ സ്വർണ്ണക്കപ്പിന് ഇഞ്ചോടിച്ച് പോരാട്ടം. കണ്ണൂരാണ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. തൊട്ടുപിന്നിൽ തൃശൂരും പാലക്കാടുമാണ്. വൈകിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മോഹൻലാൽ മുഖ്യാതിഥിയാകും. നവമി ദിനേശ് ഉണ്ട് കലോത്സവ നഗരിയിൽ നിന്ന്. നവമി, അങ്ങനെ ഇന്ന് കൊടിയിറക്കമാണ്. അപ്പോൾ ആവേശം അതിന്റെ പാരമ്യത്തിൽ നിൽക്കുന്നു എന്ന് പറയാം. കണ്ണൂർ മുൻപിലാണ്, തൊട്ടു പിന്നാലെ തൃശ്ശൂരുണ്ട്, പാലക്കാടുണ്ട്, കോഴിക്കോടുണ്ട്. ആര് കപ്പടിക്കും എന്നുള്ളൊരു ചോദ്യം ബാക്കിയാകുന്നു. അവസാന നിമിഷം ഒരു മാറിമറിച്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഈ ഒരു നവമി കുറച്ച് ദിവസമായി അവിടെയുണ്ട്, മൊത്തത്തിലൊരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു നവമി? ഭവ്യ, കലോത്സവ വിശേഷങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നമ്മുടെ ഈ കലോത്സവത്തിന്റെ ഈ നായകൻ എന്ന് തന്നെ പറയാൻ കഴിയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, ഇത് അവസാനിക്കുകയാണ്. ഭയങ്കര വിഷമാട്ടോ, ഇത്രയും ദിവസം നമ്മളിവിടെ അടിച്ചു പൊളിച്ച് തകർത്ത്, പക്ഷെ ഇത് അവസാനിക്കുന്നു എന്ന് കാണുമ്പോൾ ഒരു വിഷമം. അവസാനിക്കുന്നു തോന്നുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമമാണ്. ഇനിയിപ്പം എന്നോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ 2-3 ദിവസം കൂടെ നീട്ടിവെച്ചുകൂടെ ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറ്റമറ്റതായി നടത്തി തീർത്തു. ഇനി ഏതാനും മണിക്കൂറിനുള്ളിൽ ഇത് സമാപിക്കുകയാണ്. സഹകരിച്ച എല്ലാവരോടും നന്ദി. ഒരു പോരായ്മയില്ലാതെ ഈ 50,000-ഓളം വരുന്ന ജനങ്ങളെ നിയന്ത്രിക്കുകയും അവർക്ക് അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു കേന്ദ്രത്തിന്റെ മിടുക്കുണ്ടെന്ന് മാത്രമല്ല, ഓരോ വ്യക്തിയുടെയും ഇവിടെ ഈ കലോത്സവത്തിന്റെ ഭാഗമായി മാറുന്നതിന് വേണ്ടി എത്തിച്ചേരുന്ന ഓരോ വ്യക്തിയുടെയും സഹകരണമാണ് ഈ കലോത്സവം ഇത്രയധികം വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഒരാൾ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിൽ അത് ഒരു എതിർപ്പ് തന്നെയാണ്. അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ അങ്ങനെ ഒരു, തൃശ്ശൂർ മാത്രമല്ല കോഴിക്കോടും നടത്തിയപ്പോഴും, കൊല്ലത്ത് നടത്തിയപ്പോഴും, തിരുവനന്തപുരത്ത് നടത്തിയപ്പോഴും കുട്ടികളുടെ കാര്യമായതുകൊണ്ട് ആർക്കും പിന്നെ അങ്ങനെ ഒരു വിയോജിപ്പില്ല. എന്ന് മാത്രമല്ല, നമ്മൾ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു അന്യായം നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മിനിസ്റ്റർ പല വേദികളിലും പോയിരുന്നു, കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതിൽ മിനിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ്? എനിക്ക് സംഘനൃത്തം ഇഷ്ടമാണ്, കഥാപ്രസംഗം ഇഷ്ടമാണ്, പിന്നെ നാടോടി നൃത്തം ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ പുതിയ നൃത്തമുണ്ടല്ലോ, നമ്മുടെ ട്രൈബ്, അത് നൃത്തമാണ്. അങ്ങനെ അവിടെയെല്ലാം ഒന്ന് ചെന്നിരുന്ന് കണ്ടിരുന്നു. ഒപ്പം ചരിത്രപരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഇന്ന് ഈ തവണത്തെ കലോത്സവത്തിൽ നടന്നു എന്ന് പറയുന്നത് സിയ ഫാത്തിമ ഇന്നലെ ഓൺലൈനായി ആ കുട്ടി മത്സരത്തിൽ പങ്കെടുത്ത് A ഗ്രേഡ് ഉണ്ട് എന്നുള്ളത്. അത് വലിയൊരു കാര്യം തന്നെയാണ്, ചരിത്ര സംഭവമാണ്. ആ ഉത്തരവ് തന്നെ ഒരുപാട് കാര്യങ്ങൾ വിരൽ ചൂണ്ടുകയാണ്. ഈ മാനുവൽ പരിഷ്കരണം, അതുപോലെ പിന്നെ ഉള്ള പല കാര്യങ്ങളും ചൂണ്ടുന്നു. നമുക്ക് മാനുവലിൻ്റെ ഒരു പരിഷ്കരണം ആവശ്യമാണ്, ഒരു മാറ്റങ്ങൾ ഇതിൽ ആവശ്യമാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതെല്ലാം പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുന്നത് സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ നമ്മൾ നമ്മളെക്കാൾ മുകളിലായി കലോത്സവം, അതുകൊണ്ട് നമ്മളെ കൈ എത്തുന്നില്ല അവിടെ. അപ്പോൾ കൈ എത്താൻ പറ്റുന്ന രൂപത്തിൽ നമുക്ക് കാര്യങ്ങളൊന്ന് ക്രമീകരിക്കേണ്ടതായിരിക്കും. മിനിസ്റ്റർ, ആരായിരിക്കും സ്വർണ്ണക്കപ്പിൽ മുത്തമിടുക? 14 ജില്ലയും മുത്തമിടാൻ സാധ്യതയുണ്ട്. ശരി മിനിസ്റ്റർ, അപ്പൊ ഇന്ന് വൈകുന്നേരമാണ് സമാപന സമ്മേളനം. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അവസാനിച്ചു അല്ലേ? എല്ലാം അവസാനിച്ചപ്പോൾ കൃത്യം 3 മണിക്ക് തന്നെ ചെറിയൊരു കലാപരിപാടി ഇവിടെ അരങ്ങേറും. കൃത്യം 4 മണിക്ക് തന്നെ ചടങ്ങ് ആരംഭിക്കും. മോഹൻലാല് വരും. കൃത്യം 4 മണിക്കെത്തും. 6 മണിക്ക് ചടങ്ങുകൾ അവസാനിക്കും. ശരി, വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അവസാന നിമിഷം ഭയങ്കര ഒരു വിഷമമുണ്ട്. അയ്യോ, ഇത് കഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ളത്. ഭവ്യ, എനിക്കും ആ വിഷമമുണ്ട്. ആര് കപ്പടിച്ചാലും അത് നമ്മുടെ പിള്ളേർ തന്നെയാണ്. ഏത് ജില്ല കപ്പ് കൊണ്ടുപോയാലും അത് നമുക്ക് കുഴപ്പമില്ല. അടുത്ത വർഷവും കലോത്സവം ഉണ്ടല്ലോ, എല്ലാവർക്കും കപ്പിൽ മുത്തമിടാനുള്ളൊരു അവസരവും ലഭിക്കും. അത് അങ്ങനെ തന്നെയാണ് നമ്മുടെ കലോത്സവം ഓരോ തവണയും നടക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്ന് മോഹൻലാലാണ് എത്തുന്നത്. നമ്മളിത് കുറച്ച് കലാകാരികളുണ്ട്, നമുക്ക് അവരിലേക്കൊക്കെ വരാം, അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. ഇത് ഇങ്ങനെ ആരാണ് കപ്പിൽ മുത്തമിടുക എന്നുള്ളൊരു ഇതെന്താ, നമുക്ക് വരൂ 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 വരൂ. നല്ല രസമുണ്ടല്ലോ, ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങൾ ഉറുദു സംഘഗാനം. ഇന്ന് എപ്പോഴാണ് മത്സരം? 9 മണിക്ക് സ്റ്റാർട്ട്.
സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ വയനാട്. വയനാട്. സ്കൂളിന്റെ പേര്? NSS ഹയർ സെക്കൻഡറി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നോ? കഴിഞ്ഞ അല്ല, അതിന്റെ മുമ്പത്തെ പ്രാവശ്യം വന്നിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റിയില്ല, പക്ഷെ വീണ്ടും ഇത്തവണ വരുന്നു അല്ലെ? നമുക്ക് എന്നാ ഒരു ചെറിയൊരു 2 വരി പാടിയാലോ? हिंदुस्तान है, हिंदुस्तान है, हिंदुस्तान है. पद सागरि सनि द प प नि रि मगरि सनि द सगरि ग स नि रि सरि नि द स नि स द म प द नि सा. बेजार हुई दुनिया बिम्बों के धमाके से, बारूद की बदबू से, बदमाश अदाओं से. बेचार परेशान है, बाजार भी लर्जा है. कतरे के कड़ाके से, शैतान सदाओं से. बर्बाद हुई है जान, मिसमार हुई है मकान. बेकर भी हुए लाखों इन काली कटाओं से. चीखों से फिजा गूंजी आतिश के बरसने से. तोपों के मिसाइलों के पुरशोर ही हमलों से. रंगीन जहां को भी बर्बाद किया है रंग. दिल टूट गए कई जहरीली हवाओं से. शांति भी यहाँ भर दे, रहमो करम भर दे खुदा. शांति भी यहाँ भर दे, रहमो करम भर दे खुदा. रहमो करम भर दे खुदा. खुदा हाफिज. എല്ലാവരും വളരെ മനോഹരമായി പാടിയിട്ടോ. ഇന്നും സ്റ്റേജിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ കഴിയട്ടെ. നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലൊക്കെയാ പഠിക്കുന്നത്? 10th, 9th, 8th. 10th, 9th, 8th. അപ്പൊ അടുത്ത കലോത്സവങ്ങളിലും ഒക്കെ വരണം, പങ്കെടുക്കണം. മറ്റേ ഇനങ്ങളിൽ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടോ? ഏതിലാ? മാപ്പിളപ്പാട്ടിനുണ്ടായിരുന്നു, പക്ഷെ ജില്ല വരെ. ഒരു മാപ്പിളപ്പാട്ടും കൂടി പാടിയാലോ? ഏതായാലും മതിയോ? മുത്തായ ദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിന്റെ കഷ്ണം ഫാത്തിമ. തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി, താരങ്ങൾ പൂത്ത പോൽ ചിരി തൂകും സുന്ദരി. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാന്റെ ദൂതരെ പൂമോള് ഫാത്തിമ. അലിയാര് തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. മനോഹരമായി. മോളുടെ പേര്? ജഹാനി സാർ. അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്നായി പെർഫോം ചെയ്യാൻ കഴിയട്ടെ. ഭവ്യ, ഇനി നമുക്ക് ഇതിന്റെ പോയിന്റ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ കണ്ണൂർ 990 പോയിന്റ് ഉണ്ട്. 2ാം സ്ഥാനത്ത് തൃശ്ശൂരാണ്. ഭവ്യക്ക് ചെറിയൊരു വിഷമമുണ്ടാവും, കാരണം ഭവ്യയുടെ കോഴിക്കോട് ഇതിപ്പോൾ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. അതിന്റെ ഒരു വിഷമമുണ്ടാവും. പക്ഷേ അത്ര വിഷമമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇനി സമയമുണ്ട്. ആ സമയം കുറച്ചും കൂടെ കാത്തിരിക്കണം. വൈകുന്നേരത്തോട് മാത്രമേ ലാസ്റ്റ് പോയിന്റ് നില പറയാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കാം. പക്ഷേ കോഴിക്കോട്, ഞാൻ പറഞ്ഞില്ല, കോഴിക്കോട്ടുകാർക്ക് കപ്പ് ഒരു വിഷയമല്ല. ഞങ്ങൾ എപ്പോഴും കപ്പ് വിചാരിച്ച് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പിന്നെ ആരടിച്ചാലും വിഷയമില്ല. എല്ലാം നമ്മുടെ കുട്ടികളാണല്ലോ. കപ്പ് പുത്തരി അല്ല നവമി. അതെ, അതാണ് ഭവ്യ. അതാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മുടെ എല്ലാ. അതെ, കപ്പ് കോഴിക്കോടിന് പുത്തരിയല്ല. നമ്മൾ അടുത്ത വർഷവും കലോത്സവം ഉണ്ടല്ലോ, അതിഗംഭീരമായി നിങ്ങൾക്ക് പെർഫോം ചെയ്ത് കപ്പ് തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാം. കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കണ്ണൂര് കപ്പിനോട് അടുത്ത് നിൽക്കുകയാണ്. ഇന്നും മത്സരങ്ങൾ ബാക്കി. കാത്തിരിക്കൂ. അതെ, കാത്തിരിക്കൂ. അപ്പോ അങ്ങനെ നമ്മുടെ കണ്ണൂരിൽ ഇത്തവണ
കപ്പ് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെയൊക്കെ എന്തൊരു വൈബായിരുന്നു എന്നറിയോ ഇവിടെ തൃശ്ശൂർ നഗരം നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഈ തേക്കിൻകാട് മൈതാനത്ത് അത്രയേറെ ആളുകളാണ്. വൈകുന്നേരം മറ്റൊരു രസമാണല്ലോ ഈ ലൈറ്റൊക്കെ ഇട്ട് ആളുകൾ അത് കാണാൻ വരും. ഇന്നലെ നാടോടി നൃത്തം സ്റ്റേജിൽ ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റാത്ത അത്ര വലിയൊരു ഹോളായിട്ട് പോലും കയറി നിൽക്കാൻ കഴിയാത്ത അത്ര തിരക്കായിരുന്നു. ആളുകൾ വന്നും പോയി. പ്രത്യേകിച്ച് ഇന്നലെ അവധി ദിവസം കൂടിയായിരുന്നു, ശനിയും ഞായറും അവധി ദിവസം കൂടി ആയതിനാൽ വലിയ തിരക്കാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം നമ്മുടെ മോഹൻലാൽ എത്തുകയാണ്. അതുകൊണ്ട് എത്തുന്ന ആളുകളുടെ എണ്ണം ഇരട്ടിയാകും എന്നതിൽ ഒരു സംശയവുമില്ല. മോഹൻലാലിനെ കാണുന്നതിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ കണ്ണൂർ തൃശ്ശൂരുകാർ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്, മോഹൻലാലിനെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു കുട്ടികൾ നമ്മുടെ കുട്ടികളാണ് എല്ലാവരും എന്ന ഒരു ഏത് ജില്ലയിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്നോ അങ്ങനെ ഒരു വേർതിരിവില്ലാതെ എല്ലാ സ്റ്റേജുകളിലും നിറഞ്ഞു തന്നെയായിരുന്നു സദസ്സുണ്ടായിരുന്നത്. തൃശ്ശൂർക്കാരൊക്കെ അവരുടെ തൃശ്ശൂർ പൂരം പോലെ ഒരു മിനി തൃശ്ശൂർ പൂരം പോലെ തന്നെ, മിനി എന്നല്ല ഒരു മെഗാ പൂരമാക്കി തന്നെ അവർ ഈ ഒരു കലോത്സവ പൂരത്തെയും കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. നമ്മുടെ ഓരോ കുട്ടികളായിട്ട് ഇവിടെ നിന്ന് പല ചാനലുകളിലും അവരുടെ ആയിട്ടുള്ള പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വൈകാതെ അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ വരാം. ഇന്നും ഇപ്പോൾ വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ബാൻഡ് മേളം ഉൾപ്പെടെ ഇന്ന് 8 ഇനങ്ങളാണ് നടക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ എല്ലാം അവസാനിക്കും. കാരണം മിനിസ്റ്റർ പറഞ്ഞു 4 മണിക്ക് തന്നെ, കൃത്യം 4 മണിക്ക് തന്നെ നമുക്ക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തുടങ്ങേണ്ടതുണ്ട്. 6 മണിയോടുകൂടി തന്നെ അത് സമാപിക്കുകയും ചെയ്യും. അധികം നേരം നീട്ടിക്കൊണ്ടുപോകില്ല. ഇത്തവണ വലിയ പരാതികളൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പീലൊക്കെ പോയി അങ്ങനെ വന്ന് കുട്ടികളൊക്കെ അപ്പീൽ നൽകി ഇവിടെ എത്തി മത്സരിച്ചു. പക്ഷെ വലിയ പരാതികളോ പരിഭവങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ സംഘാടകർക്ക് അത് കൈകാര്യം ചെയ്യാനും കഴിഞ്ഞു. നമ്മളോടൊപ്പം 3 സഹോദരങ്ങളല്ലേ? നിങ്ങൾ എന്താ പേരെന്താ? ഉത്തരം, ദേവദത്തൻ, പ്രണത്ത്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. നിങ്ങൾ എവിടെയാ? വീട് എവിടെയാ? ട്രിവാൻഡ്രം, പോത്തൻകോട്. നിങ്ങൾ ഒരേ സ്കൂളിൽ തന്നെയാണോ പഠിക്കുന്നത്? അല്ലല്ല, 3 സ്കൂളിലാണ്. ഇത് ഏതൊക്കെ ഇതിലാണ്? ഞാൻ മലയാള അക്ഷരശ്ലോകമായിരുന്നു. ഇവിടെ ഐരുപ്പാറ സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് റെസിറ്റേഷൻ ആവുന്നത്. ഞാൻ GHSS കഴക്കൂട്ടം സ്കൂളിൽ പഠിക്കുന്നു. ഞാൻ സംസ്കൃത അക്ഷരശ്ലോകമായിരുന്നു. GVHSS പിരപ്പങ്കോടിലാണ്. 3 മത്സരങ്ങളാണല്ലേ, 3 പരിപാടികളാണല്ലോ. ഇതെങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? വീട്ടില് എന്റെ അച്ഛൻ എഴുത്തുകാരനാണ്. അപ്പോ അച്ഛന്റെ പേരെന്താ? ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി. അധ്യാപകനായിരുന്നു. പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അച്ഛനാണ് ഇങ്ങനെ അച്ഛൻ്റെ അനിയനും 2 പേരും ശ്ലോകങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വീട്ടിലൊരു സദസ്സുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് എല്ലാ ദിവസവും ശ്ലോകം ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ അവരും ഇതേപോലെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും അത് ഇഷ്ടപ്പെട്ടു. നമുക്ക് 2 പേര് ചൊല്ലിയാലോ? ഗംഗയാം നദി നിറഞ്ഞ പിംഗജട തിങ്കളിൻ കല അനങ്കനിൽ ചെങ്കനൽ പുരി ചൊരിഞ്ഞ കണ്ണ് ഭണികുണ്ഡലങ്ങൾ ശിതികണ്ഠവും മന്ദഹാസമധുരം മുഖം സുജനശങ്കരം കരചതുഷ്ടയം ശങ്കരന്റെ അതിമംഗളാകൃതി വണ്ണമെൻ കരളിൽ മിന്നണം. മനോഹരമായിട്ടുണ്ട്. മോളെ എത്ര നാളായി ഇത് പഠിക്കുന്നു? ഞാന് കോവിഡിന്റെ സമയം മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. മറ്റേതെങ്കിലും ഇനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഇത് മാത്രമാണ്. മോനെ പറയൂ വിശേഷം. എങ്ങനെയുണ്ട് തൃശ്ശൂര് വന്നിട്ട്? പൊളിയല്ലേ തൃശ്ശൂര്? പൊളിയാണ്. ഇന്ന് രാവിലെ എത്തിയോ? ഇന്നലെ എത്തിയോ? ഇല്ലല്ല, ഞങ്ങള് ഫസ്റ്റ് ദിവസം എത്തി. ഫസ്റ്റ് ദിവസമായിരുന്നു ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് മുമ്പത്തെ ദിവസം തന്നെ എത്തി. എന്നിട്ട് ഇവിടെ എല്ലാം കറങ്ങി കണ്ട? എല്ലാ ദിവസവും ഇവിടെ എത്തി? എല്ലാ ദിവസവും ഇവിടെ എത്തി. ഓരോ വേദികളിലൊക്കെ പോയി കണ്ടോ? ഏതാ ഇഷ്ടപ്പെട്ട? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏതാ? എന്റെ ഐറ്റം തന്നെ. ഐറ്റം ഒന്ന് കാണിച്ചേ ചേട്ടാ. That's my last Duchess painted on the wall, looking as if she were alive. I call that piece a wonder now, for a Pandav's hands worked busily a day, and there she stands. Will it please you sit and look at her? I said, for a Pandav by design,
For never read strangers like you that pictured countenance, the depth and passion of its earnest glance. But to myself they turn, since none puts by the curtains I have drawn for you. But ഇപ്പൊ മോൻ അവതരിപ്പിച്ചത് എന്ത്? ഇംഗ്ലീഷ് റെസിറ്റേഷൻ അതല്ല, എന്തിനെ ബേസ് ചെയ്തിട്ട്? എന്താണ് അത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് പഠിച്ചു. എത്ര വർഷം പഠിക്കുന്നു? ഇംഗ്ലീഷ് റെസിറ്റേഷൻ. അത് എനിക്ക് ഇംഗ്ലീഷിനോട് ഭയങ്കര താല്പര്യമാണ്. അതിനുവേണ്ടി പഠിച്ചെടുത്തു. എന്തായാലും മനോഹരമായിട്ടുണ്ട്. പറയൂ, ഏതായിരുന്നു മോന്റെ? ഏതായിട്ടായിരുന്നു? സംസ്കൃത അക്ഷര ശ്ലോകം. സംസ്കൃത അക്ഷര ശ്ലോകം. എന്നാ നമുക്ക് ഒരു അക്ഷര ശ്ലോകം. ഭോഗീരോഗഭയം കുലേ ച്യുതിഭയം വിത്തേന്ദ്രബാലാദ്ഭയം മാനേ ദൈന്യഭയം ബലേ രിപുഭയം രൂപേ ജരായാഭയം ശാസ്ത്രേ വാദിഭയം ഗുണേ ഖലഭയം കായേ കൃതാന്താദ്ഭയം സർവം വസ്തുഭയാൻവിതം ഭുവി നൃണാം വൈരാഗ്യമേവാഭയം. സംസ്കൃതം പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത്രക്കില്ല. സ്കൂളിൽ പഠിക്കുന്നുണ്ടോ? സ്കൂളില് എന്റെ ഫസ്റ്റ് ലാംഗ്വേജ് സംസ്കൃതമാണ്. അപ്പൊ എളുപ്പമാണ്, പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എ ഗ്രേഡ് കിട്ടി. എ ഗ്രേഡ് കിട്ടി. അപ്പൊ എല്ലാവിധ ആശംസകളും. അപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്കൊരു വേറൊരു പാട്ടും കൂടി ആയാലോ? ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടി. ദൂരെ ഒരു മഴവില്ലിന്നേഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിന്മായാലാവണ്യം ഇന്നെന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാന്ധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂളുമോ വെൺപനിമതിവളിലെ മലരൊളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ. നല്ല രസമുണ്ട്, നല്ല ശബ്ദം. എന്തായാലും ഭവ്യ, കുട്ടികളെല്ലാം മത്സരിച്ച് എ ഗ്രേഡ് ലഭിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത വർഷവും കലോത്സവത്തിൽ സജീവമാകട്ടെ, കൂടുതൽ ഇനങ്ങൾ പങ്കെടുക്കാനും സാധിക്കട്ടെ. എന്റെ കഴിഞ്ഞു, അവസാനം +2 അല്ലേ? അവസാന മത്സരം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അവസരം കൂടുതൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം കേട്ടോ. അപ്പോ നമ്മുടെ കുട്ടികളുടെ മനോഹരമായിട്ടുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ കണ്ടത്. അങ്ങനെ എല്ലാ ഇടങ്ങളിലും വലിയ ആഘോഷം തന്നെയാണ്. ഭവ്യ 25 വേദികളായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. ആ ഓരോ വേദികൾക്കും ഓരോ പൂവിന്റെ പേരാണ് നൽകിയത്. അതിലൊരു പൂവിന്റെ പേര് നൽകിയതിൽ വലിയ വിവാദമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ വിവാദങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ സർക്കാർ പരിഹരിച്ചു. താമര എന്ന പേര് തന്നെ ഒരു വേദിക്ക് നൽകുകയും ചെയ്തു. ആ വേദിയിലെത്തി നമ്മുടെ കുട്ടികൾ പരത്തുന്ന സുഗന്ധം അത് മറ്റൊന്ന് തന്നെയാണ്. അത് ഇതിൽ സമ്മാനം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. അതിനപ്പുറത്തേക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാനുള്ളൊരു സാഹചര്യം, ഒരു അവസരം. ജയം തോൽവിയൊക്കെ നമ്മൾ പിന്നെയാണല്ലോ തീരുമാനിക്കുന്നത്. അവർ പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ സമാപനമാണ്. അതിന്റെ ചെറിയൊരു വിഷമമുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി രാവിലെ ഇവിടെ കലോത്സവ വേദിയിൽ വരുന്നു, ഒരു ഏതെങ്കിലും ഒരു മത്സരം കാണുന്നു, അത് നമുക്ക് ഇഷ്ടപ്പെട്ട മത്സരം കാണുന്നു, കുട്ടികളോട് സംസാരിക്കുന്നു. വളരെ രസകരമായി തന്നെ ഇത്രയും ദിവസം കടന്നുപോയി പെട്ടെന്ന് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഞങ്ങളുടെ ക്യാമറാമാനൊക്കെ രാവിലെ പറഞ്ഞത് അത് തന്നെയാണ്. അതെ 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 അത് കൃത്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അത് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സാരഥി ഡെയ്സൺ ചേട്ടൻ ഒപ്പം ഉണ്ട്. ഞങ്ങൾ രാവിലെ ഒരു ലൈവ് കൊടുക്കുന്നു, നേരെ പഴയിടത്തിന്റെ രുചിയിടത്തിലേക്ക് പോകുന്നു, അവിടെ ഫുഡ് കഴിക്കുന്നു, അടുത്ത ലൈവ് കൊടുക്കുന്നു, അപ്പോഴേക്കും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാകുന്നു. എന്തായാലും 3 നേരം നമ്മൾ കൃത്യമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അതിൽ മാത്രം ഒരു മാറ്റവും ഇല്ല. പക്ഷെ വളരെ രസകരമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഓരോ വേദിയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്ത് അവിടെ കുട്ടികളെ കണ്ട് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ കണ്ട് ഒരു വൈബിൽ തന്നെയായിരുന്നു ഞാനും. അത് ഇനി മുതൽ മിസ് ചെയ്യുമല്ലോ, തിരിച്ച് കൊച്ചിയിലേക്ക് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു വിഷമവും ഉണ്ട് ഭവ്യ. ശരി ശരി,
ശരി, നവമി ദിനേശാണ് കലോത്സവ നഗരിയിൽ നിന്ന് വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇന്ന് ആ കലോത്സവ പൂരത്തിന് കൊടിയിറങ്ങുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നമ്മുടെ രാവിലെയുടെ സമയം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.